ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കപ്പ വെച്ചുകൊണ്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കപ്പന് നമ്മൾ തോലൊക്കെ കളഞ്ഞ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചീകിയെടുക്കുക. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഗ്രേറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിതൊന്നും കുറച്ചായിട്ട് എടുത്ത് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ പാല് കളയണം. ഇതെന്തിനാണ് കളയുന്നതെന്ന് വെച്ചാൽ നമ്മളിനി ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നനവ് കൂടി പോകാതിരിക്കാനാണ്. നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പാലൊക്കെ കളയാം. ഇനി നമ്മളിതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇപ്പോൾ പുട്ടിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടുണ്ടാക്കി തുടങ്ങാം. പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് 2 പിടി പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറ്റിയിലോട്ട് പുട്ടും കുറ്റി ഇറക്കി വെക്കാം. ഇനി നമ്മൾ ആവി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പുട്ട് വെക്കുന്നതിനേക്കാൾ 2-3 മിനിറ്റ് അധികം വെക്കുന്നതാണ് നല്ലത്, കപ്പ ആയതുകൊണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ പുട്ട് റെഡി ആയി കഴിഞ്ഞു. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി പുട്ടാണ്. നമ്മളിതിൽ ചിക്കൻ കറി, കടലക്കറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thanks for watching.